നല്ല വെളിച്ചം കിട്ടുന്ന ഒരു കർട്ടനാണിത്. ഇതിന് എനിക്ക് സ്റ്റാർട്ടിങ് വന്നപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ്. ഇത് ഷിയറിന്റെ കാറ്റഗറിയിൽ വരുന്നത്. ഇത് കൊള്ളാം, ഒരു ഫ്ലോറൽ പാറ്റേൺ ഉള്ള ഈ കളർഫുൾ. ഇത് പ്രിന്റഡ്, അതും പോളിസ്റ്ററിൽ തന്നെ പ്രിന്റ് വരുന്നതാണ്. ഫ്ലോറൽ പാറ്റേൺസ്. ഇതെന്താണ്, എന്ത് പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് 2.10 നീളത്തിലുള്ള കർട്ടനാണിത്. ഇത് നല്ല ഭംഗിയുള്ള, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രിന്റഡ് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 260 രൂപയാണ് ഇതിൽ ഇട്ടേക്കുന്ന MRP. പക്ഷെ ഇതിൽ നിന്നൊക്കെ നല്ല ഡിസ്കൗണ്ട് ഇവർ കൊടുക്കുന്നുണ്ട്. ഇത് കൊള്ളാം. ഇത് കോട്ടൺ ആണ് അല്ലെങ്കിൽ ഇത് പോളിസ്റ്റർ മിക്സ് ആണ്? അത് പോളിസ്റ്റർ പ്രിന്റ് ആണ്. പോളിസ്റ്ററിൽ പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആണ്. വീടിന്റെ ഇന്റീരിയർ ഭംഗിയാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫർണിഷിങ്, അതായത് കർട്ടൻസ്. ഒരു കർട്ടൻസ് കൊണ്ട് ഒരു വീടിന്റെ ഇന്റീരിയർ മോശമാക്കാനും നല്ലതാക്കാനും സാധിക്കും. ഇപ്പോഴാണെങ്കിൽ കർട്ടന് പകരം ബ്ലൈൻഡ്സുകൾ, വിൻഡോ ബ്ലൈൻഡ്സുകൾ ഒത്തിരി ഉണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ഉണ്ട്, റോമൻ ബ്ലൈൻഡ്സ്, അങ്ങനെ പല രീതിയിലുണ്ട്. എന്നാൽ നമ്മുടെ കർട്ടൻസിന്റെ ട്രെൻഡ് എപ്പോഴും ഉണ്ട്. നമുക്ക് കർട്ടൻസിന്റെ എല്ലാ കാറ്റഗറിയും, പ്രീമിയം കാറ്റഗറി തൊട്ട് എക്കണോമിക് കാറ്റഗറി, എല്ലാ തരം കാറ്റഗറീസും നമുക്ക് പരിശോധിക്കാം. വെൽക്കം ടു ആസ്റ്റൻസ് കോൺസെപ്റ്റ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം TD റോഡിനടുത്തുള്ള റോയൽ ഫർണിഷിങ്സ് എന്ന സ്ഥാപനത്തിലാണ്. നമുക്ക് ഇവിടെ തന്നെ പ്രീമിയം സെഗ്മെന്റ് ഉണ്ട്, അതുപോലെ എക്കണോമിക് സെഗ്മെന്റ് ഉണ്ട്. പല കാറ്റഗറിയിലുള്ള കർട്ടൻസ് ഇവിടെ അവൈലബിൾ ആണ്. കർട്ടൻ മെറ്റീരിയൽസ് ഉണ്ട്, ഫുൾ റെഡിമെയ്ഡ് കർട്ടൻസും ഉണ്ട്. നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇദ്ദേഹത്തിന് ഒന്ന് ചോദിച്ചു മനസ്സിലായി. എന്താണ് താങ്കളുടെ പേര്? രജീഷ്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രീമിയം കാറ്റഗറി തന്നെ നമുക്ക് നോക്കിയാലോ? പ്രീമിയം കാറ്റഗറീസ്. ഈ പ്രീമിയം കാറ്റഗറിയിൽ തന്നെയുള്ള പ്രീമിയം തന്നെ ഒരു ബേസ് സ്റ്റാർട്ടിംഗ് ഉണ്ട്, അതിൽ നിന്ന് നോക്കാം. ഇതിന് എനിക്ക് സ്റ്റാർട്ടിങ് വന്നപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ്. ഇത് ഷിയറിന്റെ കാറ്റഗറിയിൽ വരുന്നത്. ഷിയറിൽ തന്നെ എംബ്രോയിഡറി ഉള്ളത്, അതായത് ഒരു പാർഷ്യലായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഒരു വെളിച്ചം കൂടുതൽ വേണമെന്ന് പറഞ്ഞ റൂംസിലൊക്കെ ആണെങ്കിൽ ഇത് പറ്റിയാണ്. ഷിയർ മാത്രം ഇടാവുന്നതാണ്. മെയിൻ കട്ടറിന് വേണ്ടി തന്നെ ഇടാവുന്ന ഒരു കട്ടറാണ്, അല്ലെങ്കിൽ ഇന്നർ കട്ടറായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോഴാണെങ്കിൽ എംബ്രോയിഡറി വന്നാൽ നമുക്ക് മെയിൻ കട്ടറായിട്ട് ഉപയോഗിക്കാം. ഇതെന്താണ്, ഇതിന് എന്താണ് ഇതിന്റെ മെറ്റീരിയൽ? എന്താണ് ശരി? കോട്ടണിൽ തന്നെ? കോട്ടണും പോളിസ്റ്ററും മിക്സ് ആണ്. ലിനൻ ഫിനിഷ് വരുന്ന ഫാബ്രിക് ആണ്. ഇതെങ്ങനെ നമുക്ക് കോമൺ ഏരിയാസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ ഷിയർ കർട്ടൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാന്നുള്ളത്. ഇതിനകത്ത് ഇതൊരു ക്രീമിഷ് കളറിലെ റൂം പെയിന്റ് അടിച്ച മുറികൾക്കെല്ലാം ഇത് പറ്റിയാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് ഇപ്പൊ ഇതിനകത്ത് കാണിച്ചേക്കുന്ന 664 ഇതിന് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരും. ഇതിപ്പോ 664 പെർ മീറ്ററിന്റെ പ്രൈസ്. അതായത് ഇതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് അല്ലേ പറഞ്ഞേക്കുന്നത്, എക്സ്ട്രാ വരുന്നുള്ളത്. പ്രീമിയത്തിന്റെ ബേസ് മോഡൽ ആയതുകൊണ്ടാണ് മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത്, ഫുൾ കർട്ടൺ അല്ല. അപ്പൊ ഏകദേശം നമുക്ക് 2 മീറ്ററോളം 2.10 നമുക്കൊരു കർട്ടൺ വേണം ഒരു ഇത് വരാൻ നേരത്ത്. എന്തായാലും ഇതൊരു നല്ലൊരു ക്വാളിറ്റിയാണ്, നല്ല വെളിച്ചം കിട്ടും, പക്ഷെ ഒരു നല്ലൊരു ക്വാളിറ്റി ഫീലിംഗ് കിട്ടുന്നുണ്ട് ഇന്ത്യയിൽ. അതിന് തന്നെ വേറൊരു പിങ്കിഷ് ഷെയ്ഡ് ആയിട്ടുള്ള വരുന്നതാണ്. നല്ല കോട്ടൺ ആണ്. കോട്ടണിൽ തന്നെ എംബ്രോയിഡറി വരുന്നത് പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള എംബ്രോയിഡറി വരുന്നത്. ഓക്കെ, ഇത് കൊള്ളാം, എനിക്കത് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ കോമ്പിനേഷൻ. ഇതൊരു ട്രോപ്പിക്കൽ ഒരു സ്റ്റൈലുള്ള, അതായത് ലീഫും ഫ്ലോറൽ പാറ്റേൺസ്. ഇതെന്താണ്, എന്ത് പ്രൈസ് എങ്ങനെ വരുന്നത് പെർ മീറ്റർ? ഇത് 1600 വരുന്നുണ്ട്. 1600 കോട്ടണിൽ പ്രിന്റ് വരുന്നതാണ്. പ്യൂർ കോട്ടണിൽ പ്രിന്റ് വരുന്നതല്ലേ? ഓക്കെ, അതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് വരുന്നത് ഈ കർട്ടൻസ് ഇതും ആ സെയിം റേഞ്ച് തന്നെയാണ്. സെയിം റേഞ്ച് കാറ്റഗറി തന്നെ വരുന്ന മെറ്റീരിയൽ. നല്ല കട്ടിയുണ്ട്. ഇത് അത്യാവശ്യം നല്ല വെളിച്ചമൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് കൊള്ളാം. ഇത് കോട്ടൺ ആണ് അല്ലെങ്കിൽ ഇത് പോളിസ്റ്റർ മിക്സ് ഉണ്ട്? അത് പോളിസ്റ്റർ പ്രിന്റ് ആണ്. പോളിസ്റ്ററിൽ പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആണ്. അത് കൊള്ളാം. ഇതൊരു ഓഫ് വൈറ്റ് പെയിന്റ് അടിച്ച റൂമിലൊക്കെ പറ്റിയാണ്. അത് കൊള്ളാം. ബ്ലൂവിന്റെ ഒരു ടോണും ഒരു ബ്രൗണിഷ് ടോൺ. ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതിന് ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതിന്റെ പ്രൈസ് വരുന്നത് 834 പെർ മീറ്ററിന്. അതെ, ഇതിന് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഡിസ്കൗണ്ടും കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇതും കൊള്ളാം. ഇതെങ്ങനെയാണ്? ഇതൊക്കെ റെഡി സ്റ്റോക്കുകളാണ് അല്ലെങ്കിൽ ആസ് പെർ ഓർഡർ ആണ്? ഇത് അഗെയിൻസ്റ്റ് ഓർഡർ ആയിട്ടാണ് മെറ്റീരിയൽ വരുന്നത്. ഇത് റെഡിലി അവൈലബിൾ അല്ല. മാക്സിമം ഒരു 5 ഡേയ്സിനുള്ളിൽ 5 ദിവസം കൊണ്ട് തന്നെ സാധനം കിട്ടും അല്ലേ? ഇതേത് കമ്പനി? ഏതാ ബ്രാൻഡ്? ഇത് KC ഫാബ്രിക്സ് എന്ന് പറഞ്ഞല്ലേ? ഓക്കെ, അതിന്റെ ക്ലോത്തിനൊക്കെ റേറ്റ് കൂടുന്ന ക്വാളിറ്റി മാറുന്നുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് പറഞ്ഞത് ഡി ഡെക്കോറിന്റെ അല്ലേ? ഡി ഡെക്കോറിന്റെ ഇതെല്ലാം വരുന്നത്. അപ്പൊ ഇതെല്ലാം നല്ല ഇപ്പൊ ഫർണിഷിംഗ് ഇതിലുള്ള ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനീസിന്റെ ഇതെല്ലാം. ഈ കൂട്ടത്തിൽ തന്നെ ഒരു 300 രൂപ റേഞ്ചിലുള്ള ഒരു ഷിയറിന്റെ പ്രിന്റഡ് ഡിസൈനുള്ള ഷിയറിന്റെ പാറ്റേൺ ഉണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് കാഴ്ചയിൽ നല്ല വില തോന്നിക്കണാണ്, പക്ഷെ
നല്ല ഭംഗിയുണ്ട്. അത് പ്യുർ കോട്ടണിൽ വരുന്നതാണ്. ഷിയറിൽ തന്നെ ഒരു പാർഷ്യലി വിസിബിലിറ്റി ഉള്ള ഒരു കട്ടനാണ്. നല്ല ഭംഗിയുണ്ടത്. അപ്പം ഇതിന് ഇപ്പോൾ ഈ പറഞ്ഞ ഇത് ഡിസ്കൗണ്ട് 300-320 ആണെങ്കിൽ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അതിന്. ഇത് കൊള്ളാം, ഒരു ഫ്ലോറൽ പാറ്റേൺ ഉള്ള ഈ കളർഫുൾ. ഇത് പ്രിന്റഡ്, അതും പോളിസ്റ്ററിൽ തന്നെ പ്രിന്റ് വരുന്നതാണ്. പോളിസ്റ്ററിൽ പ്രിന്റ് വരുന്നതാണല്ലേ. 843 ആണ് മീറ്റർ റേറ്റ് വരുന്നത്. ഇത് കൊള്ളാം, ഒരു വേറൊരു കളർഫുൾ ഫ്ലവേഴ്സിന്റെ ഒരു പാറ്റേണിൽ വരുന്ന ഒരു ക്രീമിഷ് ടോൺ. അത് ഈ കളറിലൊക്കെ പെയിന്റ് ഉള്ള മുറികൾക്കാണെങ്കിൽ, ക്രീം ടോണിലൊക്കെ ആണെങ്കിൽ നല്ല മാച്ചിങ് ആണ്. ഇതിന്റെ ഒക്കെ ഒരുപാട് കളേഴ്സ് വേറെ ഉണ്ട്. കളേഴ്സ് ഒരുപാടുണ്ടല്ലേ. ഓക്കെ. പിന്നെ ഇതൊരു റോയൽ ടച്ചിൽ വരുന്ന ഒരു ഫീലിങ്ങിലുള്ള വരുന്നതാണ്. ഒരു പ്ലെയിൻ ഫീൽ വരുന്ന ഫാബ്രിക് ആണ്. ഇത് എനിക്ക് ഹോട്ടൽസിലൊക്കെ ഈ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം എന്ന് തോന്നുന്നു. ഹോട്ടൽസും ഇപ്പൊ വീടുകളിലെ ആ കാറ്റഗറിയിലേക്ക് വന്നേക്കുന്നുണ്ട്. ലിവിംഗ് സ്പേസ് ഒക്കെ കൂടുതൽ അതുപോലത്തെ റൂമിന് വലിപ്പം തോന്നിക്കും. ഇത്രയും പ്ലെയിൻ കളേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ നേരത്ത് റൂമിന് ഭയങ്കരമായിട്ട് വലിപ്പം ഫീൽ ചെയ്യും. ഒരു റോയൽ ടച്ച് എന്ന് തോന്നുന്നു. ഇതിന് വരുന്ന ഒരു 480 രൂപ പെർ മീറ്റർ. ഇത് കോട്ടൺ ആണ്, പ്യൂർ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ്. കുറച്ച് മിക്സിംഗ് ആണ്, പക്ഷേ കോട്ടൺ പോളിസ്റ്റർ മിക്സിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ അതാണ് പ്യൂർ കോട്ടൺ ആകുമ്പോൾ റേറ്റിന് നല്ല വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. അതെ. ഓക്കെ. ഇത് ഏതാണ്? ഇത് വരുന്നത് നേരത്തെ കാണിച്ചത് 843. ഇത് നേരത്തെ പറഞ്ഞു. ഇത് നേരത്തെ കാണിച്ചതിന്റെ പ്ലെയിൻ ഷെയ്ഡിൽ വരുന്നതിന്റെ ഒരു ഡാർക്ക് ടോൺസും അതിന്റെ ലൈറ്റ് ടോൺസ് ആണ്. ക്രീമിഷ് പെയിന്റ് അടിച്ച വാൾസിലൊക്കെ ഇടാൻ പറ്റിയാണ്. ഇത് കൊള്ളാം. ഇതെല്ലാം നമുക്കൊരു റോയൽ ഫീലിംഗ് ആണ് തോന്നി. ഇത് നല്ലൊരു വെറൈറ്റി ബ്ലൂ ആണ്. ഒരു വെറൈറ്റി ഒരു ക്ലാസ് ലുക്കാണ് ഇതിന്റെ പ്രൈസ് ഉണ്ട്. ഇതിന് 943 പെർ മീറ്ററിന് വരുന്നതാണ്. ഇപ്പോൾ ഒരു ഫുൾ കർട്ടനൊക്കെ ആണെങ്കിൽ ഇതിന്റെ ഡബിളിങ് വരും. പിന്നെ സ്റ്റിച്ചിങ് കോസ്റ്റ് വേറെ വരുന്നുണ്ട്. പക്ഷെ ഇതൊരു കട്ടിയുണ്ട്, നല്ലൊരു റോയൽ ഫീലാണ് ഈ കർട്ടൻസ് വരുന്നത്. ഒരു വൈറ്റ് പെയിന്റ് അടിച്ച റൂംസിലൊക്കെ ആണെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫീല് തന്നെ. കൂടുതൽ ഇന്റീരിയർ ഫർണിച്ചേഴ്സ് അധികം ഫില്ല് ചെയ്യില്ലെങ്കിലും ഈ ഒരു കർട്ടൻസ് കൊണ്ട് തന്നെ റൂമിന്റെ ആ ഒരു ഇന്റീരിയർ റോയൽ ടച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇതും അതുപോലത്തെ ഒരു കളേഴ്സിന് വരുന്ന ഒരു ഷെയ്ഡാണ്. നല്ലൊരു പാറ്റേൺസ് ആണ്. ഇത് ഇതിൽ തന്നെ സെലക്റ്റഡ് മാത്രമേ ഇതിൽ പ്രത്യേകം പറഞ്ഞു പോകുന്നുള്ളൂ. ഒത്തിരി ഷെയ്ഡ്സ് ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതിലെല്ലാം പറഞ്ഞു പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടായിരുന്നു. ഇതും ഒരു വെറൈറ്റി പാറ്റേൺസിൽ വരുന്നതാണ്. ഒരു ലൈറ്റ് ഒരു ഗ്രീൻ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഇതും കൊള്ളാം, എനിക്കത് ഇഷ്ടപ്പെട്ട കുറച്ച് മോഡൽസ് ആണ്. ഇത് കൊള്ളാല്ലേ, നല്ല എംബ്രോയിഡറി വർക്ക് ഉണ്ട് അതിനകത്ത്. ഇത് കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഒരു ഷിയർ ടൈപ്പ് ആണ്. പക്ഷെ ഇപ്പൊ ഇത് മെയിൻ കട്ടറായിട്ടാണ് ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നത്. കോമൺ ഏരിയാസിലൊക്കെ ഇത് മെയിൻ കട്ടറായിട്ട് യൂസ് ചെയ്യാം. ലിവിംഗ് റൂമിലൊക്കെ ഇടാൻ പറ്റിയാണ്, ലിവിംഗ് ഡൈനിങ്ങിലും ഇടാൻ പറ്റിയാണ്. ഇതെന്താ പ്രൈസ് വരുന്നതിന്റെ? ഇത് 700 ആണ് പെർ മീറ്ററിന് വരുന്നത്. ഓക്കെ. ഇതൊക്കെ ഇട്ട നല്ലൊരു ഫീലാണ്. അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റി പാറ്റേൺ ഉള്ള ലീവ്സിന്റെ കട്ടിയാണ്. ഇതെന്താ മെറ്റീരിയൽ? ഇതൊരു ബ്ലാക്ക് ഔട്ട് ഫിനിഷ് വരുന്ന ഫാബ്രിക് ആണ്. ഇതൊരു 480 റേഞ്ച് ആണ് മീറ്റർ റേറ്റ് വരുന്നത്. ഇത് പിടിക്കുമ്പോ ഒരു പ്രത്യേകത ഉണ്ട്, അതിനൊരു ലിനിന്റെ കോട്ടന്റെ ഫീലിംഗ് അല്ലല്ലേ, ഒരു ചുളുക്ക് വീഴൂല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തത്. പിടിക്കുമ്പോൾ തന്നെ ഫീൽ ഉണ്ട്. ഇതെന്ത് പ്രൈസ് വരുന്നത്? 480 ആണ് 480 പെർ മീറ്റർ വരുന്നത്. ഇതിന്റെ വേറെ ഷെയ്ഡുകളൊക്കെ അവൈലബിൾ ആണ്? ഇതിന്റെ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഓക്കെ. ഇതിനൊക്കെ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. അത് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞേക്കണം. അതിന്റെ തന്നെ ഒരു പ്ലെയിൻ ഷെയ്ഡ്, അത് വേറൊരു ടെക്സ്റ്റ് ആണ്. ഇത് ഇത്തിരി ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കട്ടിയുണ്ട്, നല്ല സോഫ്റ്റ് ഫീലിംഗ് ആണ് കിട്ടുന്നത് കട്ടിന് പിടിക്കുമ്പോൾ തന്നെ. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇത് 460 ആണ് വരുന്നത്. ഈ മെറ്റീരിയൽ പോളിസ്റ്റർ ആണ്, 100% പോളിസ്റ്റർ മെറ്റീരിയൽ ആണ്. ബ്ലാക്ക് ഔട്ട് മെറ്റീരിയൽ ആണ്. ബ്ലാക്ക് ഔട്ട് പർപ്പസ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത്. ഇത് സൺലൈറ്റ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. സൺലൈറ്റ് പ്രിവെന്റ് ചെയ്യാൻ ഈ ബ്ലാക്ക് ഔട്ട്സ് എന്ന് പറഞ്ഞാൽ, അതായത് ബ്ലാക്ക് ത്രെഡ് ഇതിന്റെ അകത്തോടെ എക്സ്ട്രാ പോകുന്നുണ്ട്. അപ്പം അത് പറഞ്ഞാൽ കൂടുതൽ വെളിച്ചമൊന്നും, കൂടുതലല്ല, നല്ല രീതിയിൽ വെളിച്ചം കൺട്രോൾ ചെയ്തു. ഒട്ടും വെളിച്ചം വരില്ലെന്ന് തോന്നുന്നു. ഇതെനിക്ക് തോന്നുന്നു ഹോം തിയേറ്റർ റൂമിൽ വെളിച്ചം ഒട്ടും വേണ്ടാത്ത മുറികൾക്കില്ല. സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്ന സ്പേസുകളിൽ, പിന്നെ ഹോട്ടൽസിൽ, അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ റൂം ഇതിന്റെ ആ കളർ ഫെയ്ഡ് ആവുകയും ചെയ്യില്ല, ബാക്ക് കളർ ഫെയ്ഡ് ആവില്ല. ഓക്കെ. അതുപോലെ വേറൊന്നും കണ്ടല്ലേ, ഇത് ഷിയറിൽ തന്നെ, ഇത് പ്രിന്റഡ്. നേരത്തെ കാണിച്ചതിന്റെ വേറെ മോഡൽ, വേറെ ഷെയ്ഡ്. ഓക്കെ. ഇതെന്ത് പ്രൈസ് വരുന്നത്? ഇത് 300 റേഞ്ചിൽ. ഒരു 300 റേഞ്ചിൽ വരുന്ന ഒരു ടെൻസിലാണ്. ഇതെനിക്ക് അത് റേറ്റ് കുറവായിട്ടുള്ള പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു മോഡലാണ്.
അതുപോലെ തന്നെ ഒരുപാട് ഷെയ്ഡുകൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ബ്രോഷറിൽ ഒരുപാടുണ്ട്. അതിൽ വളരെ കുറച്ച് മാത്രമേ ഇവർ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ സാമ്പിൾസിലുണ്ട്. ഈ ഗ്രീൻ വരുന്നത് എന്ത് ടെക്സ്റ്റ്? ഇത് ഒരു പ്രത്യേകത ഉണ്ട്. അത് ഡീഡക്കറിന്റെ തന്നെ കോട്ടൺ മെറ്റീരിയലിൽ പ്രിന്റ് വരുന്നതാണ്. ഇത് ഇത്തിരി പ്രീമിയം തോന്നുന്നു, റേറ്റ് കൂടുതലാണ്. അത് 1300 ആണ് പെർ മീറ്റർ. 1300 പെർ മീറ്റർ അല്ലേ? അതെ. അപ്പൊ അതിന്റെ ഒരു പിടിക്കുമ്പോ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് അതിന്റെ. ഡീഡക്കർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഡീഡക്കർ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നല്ല പ്രമുഖ ബ്രാൻഡാണ്. ഇതിന്റെ ഫ്ലോറൽ പാറ്റേണിൽ വരുന്നതാണ് കർട്ടൻസ് ആണ്. ഇതിന്റെ കർട്ടൻസ് ഇപ്പൊ നമ്മള് ഇത് ടച്ച് ആൻഡ് ഫീൽ തന്നെ കർട്ടൻസ് പിടിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ട്. ഇതെന്ത് പ്രൈസ് വരുന്നത്? ഇത് 850 ആണ്. 850 വരുന്നല്ലേ? ഓക്കെ. അതുപോലെ ഒരു ഗ്രീനിന്റെ ഒരു ടോൺ ഞാൻ കണ്ടായിരുന്നു. ഗ്രീനിന് എംബ്രോയിഡറി ആയിട്ട് വരുന്നത്. ഡാർക്ക് ബ്രൗൺ ഉണ്ട്. ബ്രൗണിന്റെ പല ഷെയ്ഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് കോട്ടൺ പോളിസ്റ്റർ ആണ് മെറ്റീരിയൽ. പോളിസ്റ്റർ തന്നെ അല്ലേ? 100% പോളിസ്റ്റർ മെറ്റീരിയൽ ആണ്. ഓക്കെ. ഇത് കോട്ടന്റെ ഒരു ഫീല് തോന്നുന്നുണ്ട് അതിനകത്ത് പിടിക്കുമ്പോൾ. 400 പെർ മീറ്ററിൽ വരുന്നത്. പിന്നെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടൊരു ഇതാണ് ഷിയറിൽ തന്നെ എംബ്രോയിഡറി. ഇതല്ല, എക്കണോമിക്കൽ റേഞ്ച് ആണ്. എക്കണോമിക് റേഞ്ചിൽ ഒരു 400 റേഞ്ചിലൊക്കെ വരുന്നത്. 400 രൂപയില് റേറ്റ് വരുന്ന ഇതാണ്. അത് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലിവിങ് റൂമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രൈവസി പ്രശ്നമില്ലാത്തടത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ബെഡ്റൂമിനേക്കാളും ലിവിങ് റൂമിന് കുറച്ച് കൂടുതൽ വെളിച്ചം ആവശ്യമുള്ളതുണ്ട്, ഇവിടെയൊക്കെ ഇടാൻ പറ്റണം. ഇത് ഒരു വൈറ്റ് പെയിന്റ് അടിച്ച റൂമിലൊക്കെ ആണെങ്കിൽ പറ്റിയാണ്. ഇതൊരു ഡാർക്ക് ഗ്രേയും ഒരു ആഷും കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. ഇതാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബ്രൗണിഷ് ഇതിൽ വരുന്നതാണ്. റേറ്റ് കുറവാണ്. ഇത് മെയിൻ കട്ടറായിട്ട് ഉപയോഗിക്കാം. ഇതിൽ ഗോൾഡൻ പ്രിന്റിംഗ് വരുന്നത്. ഇതെന്ത് പ്രൈസ് വരുന്നത്? ഇത് ഗോൾഡൻ ഫോയിൽ വരുന്നതാണ്. ഫോയിൽ വരുന്നത്. ഇതൊരു 480 റേഞ്ച് തന്നെയാണ്. 480 റേഞ്ച്. എക്കണോമിക്കൽ റേഞ്ച് ആണ് അതൊക്കെ. ഓക്കെ. അതുപോലെ തന്നെ വേറൊരു ഗ്രീൻ കണ്ടായിരുന്നു. ഇതും കൊള്ളാം. ഇതെന്ത് പ്രൈസ് ആണ്? റേറ്റ് വ്യത്യാസം ഉണ്ട്. ഇത് 940 റേഞ്ച് വരുന്നുണ്ട്. 940. പോളിസ്റ്ററിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ത്രെഡ് എംബ്രോയിഡറി ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഒരു ലിനൻ ഫീൽ ഉള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ ബേസ് വരുന്നത്. ഓക്കെ. ഇതും കൊള്ളാലോ. ഇത് അതുപോലെ തന്നെ ഒരു ലിനൻ ഫീൽ ബേസ് വരുന്നിട്ട് അതിൽ ത്രെഡ് വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ്. ഒരു ക്രീം ബേജ് കളർ പെയിന്റ് അടിച്ച റൂമിലൊക്കെ പറ്റിയാണ്, ലിവിംഗ് റൂമിൽ പറ്റിയാണ്, ഡൈനിങ്ങിന് പറ്റിയാണ്. അത് പ്രൈവസി അധികം ആവശ്യമില്ലാത്തടത്തൊക്കെ പറ്റിയാണ്. നല്ലൊരു കോമ്പിനേഷൻ. ഇത് കിട്ടുന്ന ഒരു റോയൽ റിച്ച് ഫീലിംഗ്. പക്ഷെ റേറ്റ് ഉണ്ട് ഇതിന്. എത്ര? 1023 പെർ മീറ്ററിന് അല്ലേ? അതെ. ഓക്കെ. ഇത് ഡിസ്പ്ലേയിൽ ഇല്ലാത്ത തന്നെ കാറ്റലോഗ്സിൽ കുറെ പാറ്റേൺസ് ആണെന്ന് പറഞ്ഞു. ഇതൊരു ഡെക്കോറിന്റെ മോഡലിലാണ് പറഞ്ഞത്. ഈ ബ്രോഷറിൽ തന്നെയുള്ള കുറച്ച് ഷിയറിൽ തന്നെ എംബ്രോയിഡറി വർക്കുള്ള പാറ്റേൺസിൽ ഇതൊക്കെ എന്ത് പ്രൈസ് വരുന്നതാണ്? ഇതൊക്കെ ഒരു 1200 തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഞാനത് കാണുന്നുണ്ട്. ഒരു 3000 വരെയുള്ള റേഞ്ച് ഉള്ള മെറ്റീരിയൽ ഈ കാറ്റലോഗിലുണ്ട്. ഇതെല്ലാം നമുക്കൊരു 5 ഡേയ്സിനുള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. 5 ഡേയ്സിൽ കിട്ടുന്ന മെറ്റീരിയൽ. അല്ല, ഇത് ഷിയറിൽ തന്നെയുള്ള പ്രിന്റിംഗ് അല്ലല്ലേ? ഇത് ത്രെഡ് വർക്ക് ആണ്. ത്രെഡ് വർക്ക് ഒരു ലിനൻ ഫീൽ ഉള്ള മെറ്റീരിയൽ ആണ്. ലിനൻ ഫീലിൽ ത്രെഡ് വർക്ക് ഉള്ള മെറ്റീരിയൽ. ഇത് കൊള്ളാലോ. ഇതെന്ത് പ്രൈസ് വരുന്നത്? ഇത് 740 ആണ് പെർ മീറ്റർ പ്രൈസ്. 740 എല്ലാം 740 റേഞ്ച്. 740. ഇത് കൊള്ളാലോ. നല്ലൊരു പ്രൊജക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എടുത്തതിൻ്റെ. അതും കൊള്ളാം. മൈൽഡ് ആയിട്ടുള്ള ഒരു കളർ ഡിസൈൻ പാറ്റേൺസ് വന്നേക്കണം. ഇതും കൊള്ളാം. ഇതെല്ലാം ത്രെഡ് വർക്കാണ്. നമുക്കൊരു ടച്ച് ഫീലിംഗ് ഉണ്ട്. ഇതും കൊള്ളാലോ. ഇതും ത്രെഡ് വർക്ക് തന്നെയാണ്. ത്രെഡ് വർക്ക് തന്നെയാണ്. യെസ്, അത് തന്നെ. ഷെയർ ആണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇങ്ങനെ കർട്ടൻ സ്റ്റിച്ച് ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഫീൽ ചെയ്യണത്. ഇതും കൊള്ളാം. യെസ്, അത് ആ ഫ്ലീറ്റ്സ് വരുമ്പോൾ അതിന്റെ ഒരു ഭംഗി വരാൻ പോണം. ഇതൊക്കെ എല്ലാ ഒരു റേഞ്ചിൽ വരുന്നത്. 700 റേഞ്ചിൽ വരുന്നതാണ് പെർ മീറ്ററിന്. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് എക്കണോമിക് ടൈപ്പുള്ള ഫർണിഷിങ് കർട്ടൻസ് നോക്കാം. എല്ലാവർക്കും പറ്റണമല്ലോ, എല്ലാം പ്രീമിയം ടൈപ്പ് പറ്റില്ല. ഒരു എക്കണോമി റേറ്റ് കുറവായിട്ടുള്ള പക്ഷെ നല്ല ഭംഗിയുള്ള കർട്ടൻസ് എല്ലാ റൂമിനും എല്ലാ കളേഴ്സിനും പറ്റിയ ഷെയ്ഡുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് അതിന്റെ ഓരോ കളേഴ്സ് നോക്കാം. ഇതെനിക്ക് കുറച്ച് സെലക്റ്റഡ് ഇഷ്ടപ്പെട്ട കുറച്ച് ഷെയ്ഡുകളാണ് ഇപ്പോൾ ഇതിൽ കാണിക്കാൻ പോകുന്നത്. എല്ലാ ഷെയ്ഡുകളല്ല, ഇത് വെറൈറ്റി ആയിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഷെയ്ഡാണ്. ഒരു ലൈറ്റ് ക്രീം പെയിന്റ് അടിച്ച റൂമിലാണ് ഇത് പറ്റിയതാണ്.
ലെങ്തി ആയിട്ടുള്ള കർട്ടൻസും ഉണ്ട്, ഷോർട്ടും ഉണ്ട്. ഇത് 2.10 നീളത്തിലുള്ള കർട്ടനാണിത്. ഇത് നല്ല ഭംഗിയുള്ള, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രിന്റഡ് ആണ്. ഇതില് ഫുൾ 2.10 ലെങ്ത്തിൽ വരുന്നത്. ഇതിപ്പോൾ ഒരു ക്രീമിഷ് ടോണുള്ള പെയിന്റ് അടിച്ച റൂമിലൊക്കെ പറ്റിയ ഒരു ഷെയ്ഡാണ്. ഫുൾ ലെങ്ത് ആയിട്ടിട്ട് വളരെ ഭംഗിയാണ്. അതുപോലെ വൈറ്റ് പെയിന്റ് അടിച്ച റൂമിലൊക്കെ ആണെങ്കിൽ ഇത് തന്നെ ഇടാവുന്നതാണ്. ഒരു ലൈറ്റ് ബ്ലൂവിന്റെ ഷെയ്ഡും ഉണ്ട്, ഒരു ആഷ് ഗ്രേ ഷെയ്ഡും വരുന്നതാണ്. വൈറ്റ് പെയിന്റ് അടിച്ച മുറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും. ഒരു റൂമിൽ നല്ല വെളിച്ചം ഫീൽ ചെയ്യണ രീതിയിലാണ് വന്നേക്കുന്നത്. അതുപോലെ അതിൻ്റെ തന്നെ റെഡിഷ് ടോണുള്ള, ഇതൊരു ചെറിയ റെഡിഷ് ടോണുള്ള ഒരു കളറാണ്. ഒരു പിങ്കിഷ് ടോണുള്ള കളേഴ്സുള്ള റൂമിലൊക്കെ ആണെങ്കിൽ ഇത് പറ്റിയാണ്. ഒരേ ഡിസൈൻ പാറ്റേൺസ് ആണ്, പക്ഷെ കളറിൽ മാറ്റങ്ങളുണ്ട്. ഇതെല്ലാം ഫുൾ കർട്ടൺസിൽ വരുന്നതാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 260 രൂപയാണ് ഇതിൽ ഇട്ടേക്കുന്ന MRP. പക്ഷെ ഇതിൽ നിന്നൊക്കെ നല്ല ഡിസ്കൗണ്ട് ഇവർ കൊടുക്കുന്നുണ്ട്. ക്വാണ്ടിറ്റി അനുസരിച്ച് നല്ല ഡിസ്കൗണ്ടും ഇതിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ വേറൊരു ഷെയ്ഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു ഗ്രേയിഷ് ടോണിൽ, ബ്ലൂ ഗ്രേ ടോണിൽ വരുന്നതാണ്. ഇതും വൈറ്റ് കളറിലെ പെയിന്റ് അടിച്ച റൂമിലൊക്കെ പറ്റിയാണ്. ഇത്തിരി ഡാർക്ക് ഷെയ്ഡ് വേണമെന്നുണ്ട്, അതായത് വെളിച്ചം കൂടുതലുള്ള റൂംസിലൊക്കെ ആണെങ്കിൽ ഇത് ഇടാൻ പറ്റിയാണ്. ഇതൊരു ബ്രൗണിഷ് ടോണാണ്. ഇത് ലൈറ്റ് ക്രീം കളറിലെ പെയിന്റ് അടിച്ചാണെങ്കിൽ ഇത് പറ്റിയാണ്. കൂടുതൽ ക്രീം ടോണാണ് നമുക്ക് ഏറ്റവും ബേജ് ക്രീം ടോണൊക്കെ അടിച്ച റൂമിലൊക്കെ ആണെങ്കിൽ ഇത് പറ്റിയാണ്. പിന്നെ ഇതിൽ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ്, ഇത് ഇത്തിരി കോമൺ വരുന്ന കളേഴ്സാണ്. അതിൽ തന്നെ ഒരു ഗ്രേയിഷ് ടോൺ ഉണ്ട്, പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ടുള്ള ഒരു ഗോൾഡിഷ് പോലത്തെയാണ്. ഗോൾഡിഷ് അല്ല, ഒരു ലൈറ്റ് പേൾ ഗോൾഡ് എന്നൊക്കെ പറയുന്ന ഒരു ഷെയ്ഡിൽ വരുന്നതാണ്. ഇത് എംബോസിങ് ആണ്, പ്രിന്റഡ് അല്ല. ഇത് ഷോർട്ടിൽ വരുന്നുണ്ട്. ഇത് വരുന്നത് 350 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് MRP ആണ്. പ്രൈസും കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന് തന്നെ പല ഷെയ്ഡുകളും വരുന്നുണ്ട്. ഇതാണെങ്കിൽ ഈ ഒരു ഇത്തിരി ഡാർക്ക് ഷെയ്ഡ് അടിച്ച, ഒരു ലൈറ്റ് ബിസ്ക്കറ്റ് കളർ അടിച്ച റൂംസിനൊക്കെയാണ് പറ്റിയാണ്. ഇത് ക്രീമിഷ് ആണ്. അപ്പോൾ ഇതിനേക്കാളും ലൈറ്റ് ക്രീം വോൾ അടിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നില്ല. ഒരു 315 MRP വരുന്ന ഷെയ്ഡുകളാണിത്. ഒരു ലൈറ്റ് ഗ്രേ കളറില. ഇതൊരു വെറൈറ്റിയാണ് സംഭവം. അത്യാവശ്യം കട്ടിയുള്ള ഒരു ക്ലോത്താണിത്. ഇത് ഷോർട്ടാണ് ഈ കർട്ടണ്. പിന്നെ അതുപോലെ വേറൊരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വയലറ്റ് ടോണിൽ വരുന്നതാണ്. ഇത് വയലറ്റ് ടോൺ എന്ന് പറയുന്നിടത്ത് ലൈറ്റ് വയലറ്റിൻ്റെ എന്തെങ്കിലും ടോൺ റൂമിൽ അടിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ വൈറ്റ് പെയിന്റ് അടിച്ച റൂമിൽ കൊണ്ടുപോയി ഈ കളർ അപ്ലൈ ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ ഈ കളർ മാത്രം ആ റൂമിൽ എടുത്തറിയും. അപ്പം അത് വീടിൻ്റെ ഇന്റീരിയറിന് അത്രയ്ക്കും സൂട്ടബിൾ ആവില്ല. ലൈറ്റ് വയലറ്റ് ഷെയ്ഡാണ് അടിച്ച മുറിയിലേക്കാണെങ്കിൽ വളരെ സൂട്ടബിൾ ആയിരിക്കും. അതുപോലെ വൈറ്റിലിടാൻ പറ്റിയ വേറൊരു ഷെയ്ഡാണ്. ഇതെല്ലാം വൈറ്റ് പെയിന്റ് അടിച്ച റൂമിലിടാൻ പറ്റിയാണ്. പിന്നെ പ്രൈസ് കുറവാണ്, 245 രൂപയാണ്. ഇപ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 210 രൂപ കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ക്വാണ്ടിറ്റി അനുസരിച്ച് മാറ്റങ്ങൾ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാവും. ഇത് ഷോർട്ടാണ്, ചെറിയ കർട്ടനാണ്, ലെങ്ത് കുറഞ്ഞ കർട്ടനാണ്. വൈറ്റ് പെയിന്റ് അടിച്ച റൂമിന് പറ്റിയതാണ്. ഇതതുപോലെ ഒരു ബേജ് കളർ അടിച്ചു കഴിഞ്ഞാൽ, ലൈറ്റ് ക്രീമിഷ് ബേജ് കളറിന് അടിച്ച റൂമിലൊക്കെ പറ്റിയാണ്. ഞാൻ ഈ കളറിന് പറ്റിയ കർട്ടൻ എന്ന് പറയുന്നത് വെച്ചാൽ ഇത് സൂട്ടബിൾ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളേഴ്സിലുള്ള റൂമിന് ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് സൂട്ടബിൾ ആവില്ല. നമ്മൾ കർട്ടൻ മേടിച്ച് അപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. റൂം ഭംഗിയാക്കാനായിട്ടാണ് ഈ കർട്ടനിൻ്റെ കളർ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നേരെ വിപരീതമായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാശ് മുടക്കി ഒരു കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വാല്യൂ അതിനകത്ത് കാണില്ല. 395 രൂപക്ക് വരുന്ന ഒരു കർട്ടനാണ്. ഇതും ഒരു വൈറ്റ് പെയിന്റ് അടിച്ച റൂമിലൊക്കെ ആണെങ്കിൽ നല്ലതാണ്. പിന്നെ അതുപോലെ ലൈറ്റ് ആഷ് കളറിലെ പെയിന്റ് അടിച്ച മുറികൾക്കെല്ലാം ഇത് സൂട്ടബിൾ ആണ്. ഇതുപോലെ ഇത് ക്രീം കളറിലെ പെയിന്റ് അടിച്ച മുറികൾക്ക് പറ്റിയാണ്. ഇതിൽ ഞാൻ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ളതാണ് പറയണത്. എല്ലാ കളേഴ്സും നമുക്ക് എല്ലാത്തിലും, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഷെയ്ഡ്സുകളാണ്. ഇപ്പം ഇത്രയും കളറുകൾ, ഇപ്പം ഇതൊരു അട്രാക്റ്റീവ് റെഡാണ്. ഇത്തരം കളറുകളൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യണില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഈ കളറിലേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധ പോകണം. വേറെ റൂമിലേക്കുള്ള ഒരു ഇന്റീരിയറായിട്ട് മാച്ചിങ്ങും കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അത് ജസ്റ്റ് ഒരു കളർഫുൾ പാറ്റേൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടണമായിരിക്കും. എന്നാലും ഞാൻ എൻ്റെ സജഷനിൽ അത് വരുന്നില്ല. 345 വരുന്ന MRP വരുന്നതാണ്. ഇത് ഷോർട്ട് കർട്ടനാണ്. ഇതും നല്ലതാണ്. ഒരു
ഗ്രേ കളറിലെ ആഷ് കളറിലെ പെയിന്റ് അടിച്ച മുറികൾക്കെല്ലാം പറ്റിയതാണ്. ഇതാണ് ആഷ് കളറിൽ ഈ ടോൺ കളർ അടിച്ച മുറികൾക്ക് നല്ല സൂട്ടബിൾ ആയിരിക്കും. എന്നിട്ടൊരു ഡാർക്ക് ടോണും വരുന്നുണ്ട്. ഇതൊരു യെല്ലോയിഷ് ടോണുള്ള കളറിൽ അടിച്ചു കഴിഞ്ഞാൽ പെയിന്റ് ഉള്ള അടിച്ച മുറികൾക്കാണെങ്കിൽ സൂട്ടബിൾ ആണ്. ലൈറ്റ് യെല്ലോയിഷ് വരുന്ന ഒരു റൂമിലേക്കാണെങ്കിൽ പറ്റിയതാണ്. അതുപോലെ ഇതും നല്ലതാണ്. ഇതും കൂടുതൽ ഒരു ലൈറ്റ് ബേജ് കളർ ബിസ്ക്കറ്റ് ഷെയ്ഡുള്ള പെയിന്റ് അടിച്ച മുറികൾക്കെല്ലാം പറ്റിയതാണ്. ഇതിന് റേറ്റ് കൂടുതലാണ്. ഇത് വിൻഡോൻ്റെ വരുന്നത് 840 രൂപയാണ്. അത് ഷോർട്ട് വിൻഡോൻ്റെ ആണ്, ഷോർട്ട് കർട്ടനാണ്. പിന്നെ വേറൊരു കാറ്റഗറി എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഷിയറിൽ തന്നെ എംബ്രോയിഡറി പ്രിന്റിംഗ് ആയിട്ട് വരുന്ന ഒരു കർട്ടനാണിത്. ഇതൊരു 550 രൂപയാണ്. ഇത് ഡോറിൻ്റെ സൈസിൽ വരുന്ന കർട്ടനാണ്. ഇപ്പം ഈ പറഞ്ഞേക്കണ എല്ലാം ഇത് ഫിറ്റിങ്സ് ഉൾപ്പെടെയാണ്, ക്ലോത്ത് മെറ്റീരിയൽസ് മാത്രമല്ല ഫിറ്റിങ്സ് ഉൾപ്പെടെയുള്ള ഒരു കർട്ടൻ ഫിറ്റിങ്സ് ഇതാണ്, കർട്ടൻസ് ആണത്. ഇത് നല്ല ഷിയറിൽ തന്നെ എംബ്രോയിഡറി പ്രിന്റ് വരുന്നിടത്ത് ഒരു സെമി പാർഷ്യൽ ആയിട്ടുള്ള ഒരു വിസിബിലിറ്റി ഉള്ള കർട്ടനാണ്. നല്ല വെളിച്ചം കിട്ടുന്ന ഒരു കർട്ടനാണിത്. ഇതിപ്പോൾ എല്ലാ ഷെയ്ഡുകൾക്കും എല്ലാ കളർ റൂമിന് ഷെയ്ഡുകൾക്കും പറ്റിയ ഒരു ഷെയ്ഡാണ്. ഇതിപ്പോൾ മെയിൻ കർട്ടനായിട്ട് ഉപയോഗിക്കുക, ഷിയർ വേണമെന്ന് ഷിയറിന് മാത്രമായിട്ട് അല്ലാണ്ട് മെയിൻ കർട്ടനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടൈപ്പാണ്. നല്ല റേറ്റാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 580 രൂപയാണ്. ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ. ഇതൊരു കർട്ടനാണ് കേട്ടോ റേറ്റ് പറഞ്ഞേക്കണം. ഇതൊരു ഫുൾ ഫിറ്റിങ്സ് അടക്കമുള്ള ഒരു കർട്ടൻ്റെ റേറ്റാണ് ഈ പറഞ്ഞേക്കണം. കർട്ടൻസ് പ്രീമിയം സെഗ്മെന്റിലായാലും എക്കണോമിക് സെഗ്മെന്റ് ആയാലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന കർട്ടൻസുകളാണ് ഇത് വീടിന്റെ ഇന്റീരിയർ മാറ്റിമറിക്കുന്നത്. ഈ വെറൈറ്റി ആയിട്ടുള്ള കർട്ടൻസിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും വരാം. ബൈ.